യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഫ്രെഡറിക് ചക്രവർത്തി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ഒരിക്കൽ തന്റെ കൊട്ടാരത്തിലെ ചാപ്ലയനോട് ചോദിച്ചു, ബൈബിൾ ദൈവവചനമാണ് എന്നുള്ളതിന് ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാമോ എന്ന്. അദ്ദേഹം കൊടുത്ത മറുപടി യഹൂദൻ എന്നാണ്. കാരണം അതിഭയങ്കരമായ പ്രതികൂലത്തിലൂടെ കടന്നുപോയിട്ടും ഇന്നും തളരാതെ നിൽക്കുന്ന ജനസമൂഹമാണ് യഹൂദൻ. ഒരു ജനത എന്ന നിലയിൽ ലോകത്തിലെ ഏറ്റവും അധികം യാതന അനുഭവിച്ചിട്ടുള്ള വിഭാഗം യഹൂദനാണ്. മോശെ എന്ന മനുഷ്യൻ ഒരിക്കൽ ഹോരേബിലെ മുൾപ്പടർപ്പിൽ വെച്ച് കണ്ട ഒരു ദർശനമുണ്ട്. മുൾപ്പടർപ്പ് ആളി കത്തുകയാണ്. ബലമില്ലാത്ത ചെടി നിമിഷ നേരം കൊണ്ട് കത്തിയമരേണ്ടതാണ്, പക്ഷെ അത് അമരുന്നില്ല. കാരണം എന്ത്? അതിന്റെ നടുവിൽ ദൈവമുണ്ട് എന്നുള്ളതാണ്. മൊർദെഖായിയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഹാമാൻ, പക്ഷെ ആ ഹാമാന്റെ ഭാര്യ ശേരസ് ഇങ്ങനെയാണ് പറഞ്ഞത്. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം, അവൻ ഒരു യഹൂദ വംശജനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നിൽ ഭൂമിയിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. ഭൂലോകത്ത് എമ്പാടുമുള്ള ജനമൊക്കെയും യഹൂദന്റെ എന്തെങ്കിലും അനുഗ്രഹം അനുഭവിക്കാത്ത ഒരു ജനസമൂഹവും ലോകത്തിൽ ഇല്ല. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ, വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ ആരുടെയാ? യഹൂദന്റെയാ. നാം ഉപയോഗിക്കുന്ന മിക്ക ആധുനിക സംവിധാനങ്ങളും യഹൂദന്റെ തലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ലോകത്തിൽ ലഭിച്ചിട്ടുള്ള നോബൽ സമ്മാനങ്ങളിൽ 20% കൈവശമാക്കിയിട്ടുള്ളത് യഹൂദനാണ്. ഐക്യരാഷ്ട്ര സംഘടന ഇസ്രായേലിൽ നിന്ന് പലസ്തീനും ഇസ്രായേലുമായുള്ള പ്രശ്നം പരിഹരിച്ച് അവിടുന്ന് പിന്മാറുമ്പോൾ അവർക്ക് കൊടുത്തത് കുറച്ച് മരുഭൂമിയും കുറച്ച് ചതുപ്പ് കണ്ടവുമായിരുന്നു. കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത കുറച്ച് മരുഭൂമിയും കുറച്ച് ചതുപ്പ് കണ്ടവുമാണ് യഹൂദന് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ അവനവിടെ കൃഷി ചെയ്തു പോലും ജീവിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് ലോകത്തിലധികം ഏറ്റവും അധികം പുഷ്പങ്ങൾ കയറ്റിവിടുന്നത് ആ ഇസ്രായേലിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും അധികം പാല് കയറ്റിവിടുന്നത് യഹൂദന്റെ രാജ്യത്തിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും അധികം പച്ചക്കറികൾ കയറ്റിവിടുന്നത് ആ ശൂന്യമെന്ന ആളുകൾ പറഞ്ഞ ആ നാട്ടിൽ നിന്നാണ്. നോക്കൂ, അത്തി തളിർക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ ജനത ഇന്ന് ലോകത്തിന് ഒരനുഗ്രഹമായി തന്നെ എല്ലാ നിലയിലും നിൽക്കുകയാണ്. എന്തിനാണ് ദൈവം യഹൂദനെ തിരഞ്ഞെടുത്തത്? പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങൾ. 1, ഏകദൈവ വിശ്വാസം ലോകത്തിൽ പ്രചരിപ്പിക്കാൻ ദൈവം അവരെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം 24:15 അവരുടെ പൂർവ്വപിതാവായ തേരഹൻ നദിക്കക്കരെ വെച്ച് ദേവന്മാരെ ആരാധിച്ചു പോന്നു, വിഗ്രഹങ്ങളെ ആരാധിച്ചു പോന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ ബഹുദൈവ വിശ്വാസികളുടെ നടുവിൽ നിന്ന് ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചത്, ഇസ്രായേലെ കേൾക്ക, ഞാൻ നിന്റെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ആ ഏകദൈവ വിശ്വാസം ബഹുദൈവ വിശ്വാസികളുടെ നടുവിൽ നിന്ന് ഒരുവനെ വേർതിരിച്ച് ഏകദൈവ വിശ്വാസം ദൈവം പ്രചരിപ്പിച്ചു. അതിനുവേണ്ടിയാണ് ദൈവം യഹൂദനെ തിരഞ്ഞെടുത്തത്. 2, മാതൃകയുള്ള ജനതയായി ലോകത്തിന് ഒരു ദൃഷ്ടാന്തമായിരിക്കാൻ ദൈവം അവരെ തെരഞ്ഞെടുത്തു. ബിലെയാം ഒരിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത്. സംഖ്യാപുസ്തകം 23:9 വചനം, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനത ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. അതാണ് ദൈവത്തിന്റെ 2ാമത്തെ ഉദ്ദേശം. 3ാമത്തെ ഉദ്ദേശം ദൈവത്തിന്റെ പ്രമാണങ്ങളുടെ പ്രചാരകരായിരിക്കുക എന്നുള്ളതാണ്. 147-ാം സങ്കീർത്തനത്തിന്റെ 19-20 വാക്യം, അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അടുത്ത വാക്യം, അങ്ങനെ യാതൊരു
ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിപ്പീൻ. നാലാമത്തെ ഉദ്ദേശം, ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. രക്ഷകനായ യേശുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യാൻ ദൈവം യഹൂദജാതിയെയാണ് തെരഞ്ഞെടുത്തത്. റോമാലേഖനം 9:5 ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ആരിൽ നിന്ന്? യഹൂദനിൽ നിന്ന്. ഗലാത്യലേഖനം 4:4 എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി എന്ന് പറഞ്ഞാൽ ഒരു യഹൂദനായി ജനിച്ചവനായി ലോകത്തിലേക്ക് അയച്ചത് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് ആയിരുന്നു. യഹൂദൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ പദത്തിന് പല അർത്ഥമുണ്ട്. ഒരർത്ഥം എബ്രായർ എന്നുള്ളതാണ്. എബ്രായർ. ഉൽപ്പത്തി 14:13 അവിടെ ഒരു പ്രത്യേക കാര്യം ഞാൻ കാണിക്കാം. എബ്രായനായ അബ്രാമിനെ അറിയിച്ചു. എബ്രായൻ എന്ന വാക്കിന്റെ അർത്ഥം നദി കടന്നവൻ. നദി കടന്നവനായ അബ്രാമിനെ അറിയിച്ചു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7:2-3 നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസപ്പൊട്ടോമിയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷമായി. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികളുടെ നടുവിൽ ഉള്ള സ്ഥലം എന്നാണ്. മെസോസ് എന്ന വാക്കിന് മിഡിൽ എന്നാണ് അർത്ഥം. പെട്ടാമോസ് എന്ന വാക്കിന് റിവർ അഥവാ നദി എന്നാണ് അർത്ഥം. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് എന്ന് പറയുന്ന 2 നദികളുടെ നടുവിൽ കിടന്ന സ്ഥലമാണ് മെസപ്പൊട്ടോമിയ. അങ്ങനെ അവിടെ താമസിക്കുന്ന കാലത്ത് അബ്രഹാം എന്ന മനുഷ്യന് തേജോമയനായ ദൈവത്തിന്റെ പ്രത്യക്ഷതയുണ്ടായി. അവിടുത്തുകാര് സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവരായിരുന്നു. എന്നാൽ സൂര്യനെയും ചന്ദ്രനെയും നിർമ്മിച്ചവനായ തേജോമയനായ ദൈവത്തിന്റെ ഒരു വെളിപ്പാട്, ആ ദൈവത്തിന്റെ ഒരു വെളിപ്പാട് അബ്രഹാമിന് ലഭിച്ചു. അതുകൊണ്ട് അവൻ സ്വന്തം നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിട്ട് ആ നദി കടന്ന് ദൈവത്തിന്റെ വിളി കേട്ട് മുന്നോട്ട് വന്നു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ വിശ്വാസത്താൽ അവൻ പുറപ്പെട്ടു. നദി കടന്നവൻ എന്ന നിലയിൽ അവനെ എബ്രായൻ എന്ന് വിളിച്ചു. ആ എബ്രായന്റെ തലമുറകളെ എബ്രായർ എന്നറിയപ്പെടുന്നു. യാക്കോബിന് ദൈവം നൽകിയൊരു പുത്തൻ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. യാബോക്ക് പുഴയുടെ തീരത്ത് വെച്ച് യാക്കോബ് എന്ന മനുഷ്യൻ ഉഷസ്സാകുവോളം ദൈവത്തിന്റെ ഒരു ദൂതനോട് മല്ലുപിടിച്ചു. പ്രൈസ് ദി ലോർഡ്. പുലർച്ചെയായപ്പോൾ ദൂതൻ അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, യാക്കോബ് എന്നാണ്. അവനോട് ദൂതൻ പറഞ്ഞു, ഇനി നിന്റെ പേർ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കേട്ടോ, യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉപായി, കൂടാരവാസി എന്നൊക്കെയാണ്. പക്ഷെ ദൈവം അവനെ ദൈവത്തിന്റെ പ്രഭുവായി ഇസ്രായേലായി ഉയർത്തപ്പെട്ടു. ഉൽപ്പത്തി 35:10 ദൈവം തന്നെ നേരിട്ട് അവനോട് പറയുന്നുണ്ട്, നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നാകും. മനസ്സിലായോ? അപ്പം ദൈവം ഒരുവനെ ഒരു പ്രഭുവാക്കി ഉയർത്തി അവനെ ഇസ്രായേൽ എന്ന് പേരിട്ടു. മൂന്നാമത്തെ അർത്ഥം, യാക്കോബിന്റെ മക്കളെയും ഇസ്രായേൽ എന്നറിയപ്പെടുകയാണ്. യാക്കോബിന് 12 മക്കളാണ്. ആ 12 മക്കൾ പിന്നീട് 12 ഗോത്രപിതാക്കന്മാരായി ഉയർത്തപ്പെടുന്നു. അവരുടെ വംശപരമ്പരയെ ഇസ്രായേൽ എന്ന് അറിയപ്പെടുകയാണ്. ദാനിയേൽ പ്രവചനം 9:27 അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഈ വാക്യം ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണെങ്കിലും ബൈബിളിലെ പ്രാവചനിക അർത്ഥത്തിൽ അതിന് 7 വർഷം എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് റാഹേലിനെ വിവാഹം ചെയ്യാൻ സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കണമായിരുന്നു. അപ്പൊ ഇവന് സ്ത്രീധനം കൊടുക്കാൻ കാശില്ല. അപ്പൊ ഈ ലാബാൻ പറഞ്ഞൊരു കാര്യം, എന്റെ വീട്ടിൽ 7 വർഷം നീ വേല ചെയ്തോ, ആ 7 വർഷത്തെ കൂലി ഞാൻ സ്ത്രീധനമായി കണക്കാക്കി അവളെ കെട്ടിച്ചേരാം. പുള്ളി അങ്ങനെ 7 വർഷം അവിടെ വേല ചെയ്തു. പക്ഷെ അവസാനം റാഹേലിന് പകരം കെട്ടിച്ചു. ഈ ചതി എന്നോട് ചെയ്ത് എന്താന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ മൂത്തവൾ നിൽക്കുമ്പോൾ ഇളയവളെ കെട്ടിക്കാറില്ല. ഒരു കാര്യം ചെയ്യ്, അവളെ കൂടെ കെട്ടിച്ചു തന്നേക്കാം. അവിടെ വായിക്കുന്ന വാക്യം, അവളുടെ ആഴ്ചവട്ടം എന്നാൽ ഇനി 7 വർഷം
നീ എൻ്റെ അടുക്കൽ വേല ചെയ്യണം. കണ്ടോ, ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 ദിവസം എന്നല്ല 7 വർഷം എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ കനാൻ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി യോശുവയുടെ കാലത്ത് 12 പേരെ അയച്ചു, അറിയാമല്ലോ അല്ലേ? അവര് പോയി നോക്കി ആ നാടൊക്കെ അന്വേഷിച്ച് തിരക്കി വന്നപ്പോ 40 ദിവസം എടുത്തു. 40 ദിവസം. ദൈവം പിന്നീട് അവരോട് പറയാണ്, 1 ദിവസത്തിന് 1 വർഷം വീതം 40 വർഷം നിങ്ങൾ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് എന്റെ അകൽച്ച അറിയും. അപ്പൊ 1 ദിവസത്തിന് 1 വർഷം. ഓക്കെ, ഒരാഴ്ചവട്ടത്തേക്ക് അവൻ പലരോടും നിയമത്തെ കഠിനമാക്കും. പ്രൈസ് ദി ലോർഡ്. അന്തിക്രിസ്തുവിന്റെ കാലത്ത് വരാൻ പോകുന്ന ഒരു കാര്യമാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളിൽ 2 പ്രഭുക്കളെ നമ്മൾ കാണുന്നു. പ്രഭു എന്ന പദം 2 പ്രാവശ്യം ആവർത്തിക്കുന്നു. ഒന്ന് അഭിഷിക്തനായ പ്രഭു അഥവാ ക്രിസ്തു, 2 വരുവാനിരിക്കുന്ന പ്രഭു അഥവാ അന്തിക്രിസ്തു. റോമാലേഖനം 11-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? റോമാലേഖനം 11-15 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അവരുടെ തള്ളിക്കളച്ചിൽ, അവരുടെ ഭ്രംശം എന്ന് പറഞ്ഞാൽ their rejection. രണ്ടാമത്തെ കാര്യം അവരുടെ സ്വീകരണം. 3, മരിച്ചവരുടെ ഉയർപ്പ്. പൗലോസ് പറയുന്ന ഈ 3 കാര്യങ്ങൾ 2 ചരിത്രത്തിൽ നിറവേറിക്കഴിഞ്ഞു, ഇനി 1 നിറവേറാനുണ്ട്. ഈ വാക്യം അല്പസമയം അവിടെ തന്നെ കിടക്കട്ടെ, എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, അവരുടെ തള്ളിക്കളച്ചിലാണ്. യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ട്? അവരെ ദൈവം പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തെരഞ്ഞെടുത്തതാണ്. പക്ഷേ അവരെ ദൈവം തള്ളിക്കളഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1:11 അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന ഭാഗങ്ങളെല്ലാം പ്രധാനമായി പുതിയ നിയമത്തിലാണ്. നമ്മുടെ കാലഘട്ടത്തിൽ നടന്നതും നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു, യഹൂദ ജനതയിലേക്ക് വന്നു, ഒരു യഹൂദനായി വന്നു. പക്ഷേ യഹൂദന്മാർ അവനെ കൈക്കൊണ്ടില്ല. എന്തുകൊണ്ട് യഹൂദൻ യേശുവിനെ തള്ളിക്കളഞ്ഞു? ഒരു സുപ്രഭാതത്തിൽ ഇവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിക്കുകയല്ലുണ്ടായത്. അവർ ബുദ്ധിപരമായി യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചു നോക്കിയപ്പോ അവന് മശിഹയായിരിക്കാനുള്ള യോഗ്യതകൾ ഇല്ല എന്നവർക്ക് തോന്നി. അതുകൊണ്ടാണ് അവർ യേശുവിനെ തള്ളിക്കളഞ്ഞത്. യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളയാനുണ്ടായ 3 കാരണം. ഒരു മശിഹയ്ക്കുണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതകൾ അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമകാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മശിഹയ്ക്കുണ്ടായിരിക്കുന്ന യോഗ്യത, മശിഹ ബേത്ലഹേമിൽ നിന്ന് ജനിക്കണം. മീഖ 5:2 നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നാലും എന്റെ ജനത്തിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. നിങ്ങൾ ഈ വാക്യം നോക്കിക്കേ. അവിടെ ഉത്ഭവം എന്ന 2 പദം. ഒന്ന്, അവൻ ഉത്ഭവിച്ചു വരും. എവിടെ നിന്ന്? ബേത്ലഹേമിൽ നിന്ന്. പക്ഷെ അവന്റെ ഉത്ഭവം അവിടെയല്ല, പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. യേശു ഭൂമിയിൽ വരുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പാണ് അബ്രഹാം ജീവിച്ചിരുന്നത്. യോഹന്നാൻ 8:56 യേശു പറഞ്ഞു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഉണ്ടോ? 2000 വർഷത്തിന് മുമ്പേ. അവിടെയാണോ? യോഹന്നാൻ 17:5 യേശു പറയാണ്, പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. ഉണ്ടോ? അപ്പൊ യേശു എന്നുണ്ടായിരുന്നു? അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതാണ്. പക്ഷെ ഭൂമിയിൽ അവൻ ഉത്ഭവിച്ചത് ബേത്ലഹേമിലാണ്. യേശു ബേത്ലഹേമിലാണ് ജനിച്ചത്, പക്ഷെ വളർന്നത് നസ്രത്തിലാണ്. മനസ്സിലായോ? അതുകൊണ്ട് യേശുവിനെ അറിയപ്പെട്ടത് നസ്രായനായ യേശു എന്നാണ്. കേരളത്തെ നമ്മൾ മലബാർ, തിരുവിതാംകൂർ, തിരുവനന്തപുരം എന്ന് തിരിച്ചു പറയുന്നത് പോലെ യേശുവിന്റെ കാലത്ത് ഗലീലിയ, ശമരിയ, യഹൂദ്യ എന്നീ 3 ഭാഗമുണ്ടായിരുന്നു. ഇതിലെ മലബാറിലെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് പോലെ ഗലീലയിലെ നസ്രത്തിലായിരുന്നു യേശുവിന്റെ അമ്മയായ മറിയയും അവളുടെ ഭർത്താവായ യോസഫും ജീവിച്ചിരുന്നത്. അവൾ പൂർണ്ണ ഗർഭിണിയായപ്പോൾ
രാജാവ് കൽപ്പിച്ച കൽപ്പന അനുസരിച്ച് ജനസംഖ്യ കൊടുക്കാൻ വേണ്ടി മലബാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നു, നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് വന്നു. അവിടെ വെച്ച് അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞിട്ട് 39ാമത്തെ ദിവസം ആലയത്തിലെ ശുശ്രൂഷയും കഴിഞ്ഞിട്ട് തിരുവെഴുത്ത് വായിക്കുകയാണ്, അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയി. എവിടേക്ക് മടങ്ങിപ്പോയി? നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി. വളർന്നത് നസ്രത്തിൽ. 2, അവൻ കന്യകയിലൂടെ ജനിക്കണം. യെശയ്യാപ്രവചനം 7:14. അവൻ കന്യകയിലൂടെയാണ് ഭൂമിയിലേക്ക് ജനിച്ചത്. വേദപുസ്തകത്തിലെ വാക്കുകൾ, പദങ്ങൾ, കുത്ത്, കോമ, അതിന് പോലുമുള്ള അർത്ഥവ്യാപ്തി എത്രയോ വലുതാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. സ്തോത്രം. മത്തായി സുവിശേഷം 1:16 നോക്കിക്കോളൂ. അവിടെ 42 വംശങ്ങളുടെ ജനനക്കാര്യം പറയുകയാണ്. ഇന്നാരിന്നാര് ജനിപ്പിച്ചു 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 എന്ന് പറയുക. അവസാനം യേശുവിന്റെ കാര്യം വന്നപ്പോൾ, സ്തോത്രം, യാക്കോബ് മറിയുടെ ഭർത്താവായി യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ഹെസ്രോൻ മസ്രോനെ ജനിപ്പിച്ചു. മസ്രോൻ എലിയാക്കീമിനെ ജനിപ്പിച്ചു. പുരുഷന്റെ സന്തതി. പക്ഷേ 16ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ ആ ഇപ്പി അങ്ങ് എടുത്തു കളഞ്ഞു. ബാക്കിയുള്ളവരെ എല്ലാം ജനിപ്പിച്ചതാ. എന്നാൽ യേശു ജനിച്ചതാ എവിടെ നിന്ന്? അവളിൽ നിന്ന്. സ്ത്രീയുടെ സന്തതി എന്നാണ് ഉൽപ്പത്തി 3:15 ദൈവം വാഗ്ദാനം നൽകിയത്. ഗലാത്യലേഖനം 4:4 ആ സ്ത്രീയുടെ സന്തതി ക്രിസ്തുവാണ് എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ കന്യകയിലൂടെ ജനിച്ചു. പക്ഷെ ആളുകൾ അറിഞ്ഞത് എങ്ങനെയാ? അവൻ യോസേഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു പോന്നു. 3, മശിഹയായിട്ട് വരുന്ന ആൾ രാജാവായിരിക്കണം. രാജാവായിരിക്കണം. യേശു രാജാവായിട്ടാണ് ജനിച്ചത്. പക്ഷേ ആളുകൾ അറിഞ്ഞത് തച്ചനായിട്ടാണ്. ലോകത്തിൽ ഇന്നുവരെ ആരും രാജാവായി ജനിച്ചിട്ടില്ല. രാജാവിന്റെ മകനായി ജനിക്കും, രാജകുമാരനായി ജനിക്കും. പക്ഷെ രാജാവായി ഉലകത്തിൽ ഒരാളെ ജനിച്ചിട്ടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് വിദ്വാൻമാർ ജന്മവേളയിൽ യേശുവിനെ തിരക്കി വരുമ്പോ ചോദിക്കുന്ന ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? മനസ്സിലായോ? രാജാവായി പിറന്നു ഒറ്റയൊരാൾ, യേശു മാത്രം. അവൻ രാജാവായിട്ടാണ് ജനിച്ചത്. പക്ഷേ ആളുകൾക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 2:8 പൗലോസ് പറഞ്ഞത്, തേജസ്സിന്റെ കർത്താവിനെ അവർ അറിഞ്ഞിരുന്നു എങ്കിൽ ക്രൂശിക്കയില്ലായിരുന്നു. അവർ കർത്താവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് കർത്താവും അവരെ തള്ളിക്കളഞ്ഞു. 2 രീതിയിൽ തള്ളിക്കളഞ്ഞു. 1, ആത്മീകമായി തള്ളിക്കളഞ്ഞു. 2, അക്ഷരീകമായി തള്ളിക്കളഞ്ഞു. യേശു കർത്താവ് രാജാവായി കഴുതക്കുട്ടിപ്പുറത്ത് കയറിയ യെരൂശലേമിലേക്ക് ചെല്ലുമ്പോൾ അവർ പറഞ്ഞു, ഗുരു ഇവരോട് മിണ്ടാതിരിക്കാൻ. യേശു പറഞ്ഞു, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. അടുത്ത പദം, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നിങ്ങൾ ഇനി പറയുവോളം എന്റെ മുഖം കാണുകയില്ല. ആത്മീയമായി തള്ളിക്കളഞ്ഞു. അക്ഷരീകമായ തള്ളിക്കളച്ചിൽ നടന്നത് AD 70 AD 70 പ്രൈസ് ദി ലോർഡ്. നാടും വീടുമെല്ലാം വിട്ട് അവർക്ക് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോകേണ്ടി വന്നു. അവരെ ദൈവം സ്വീകരിക്കുന്നു. 1, അക്ഷരീകമായി സ്വീകരിക്കുന്നു. 2, ആത്മീകമായി സ്വീകരിക്കുന്നു. അക്ഷരീക സ്വീകരണം നമ്മുടെ ചരിത്രത്തിൽ ഈ നൂറ്റാണ്ടിൽ 20ാം നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർ സ്വന്തം നാടും വീടും വിട്ട് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലും പറവൂരും മാളയിലും ഒക്കെ വന്ന് താമസിച്ചതുപോലെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പോയി അവർ താമസിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവിടെയെല്ലാം അവർ ഒരുപാട് യാതനകൾ അനുഭവിച്ചു. അങ്ങനത്തെ കാലഘട്ടത്തിൽ യഹൂദന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അവർ തുടങ്ങിവെച്ച ഒരു പുതിയ പ്രസ്ഥാനമാണ് സിയോൺ പ്രസ്ഥാനം, സയോണിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയും. ലോകത്തിൽ നടന്ന 2 യുദ്ധങ്ങൾ യഹൂദനോടുള്ള ബന്ധത്തിലായിരുന്നു. ഇനി നടക്കാൻ പോകുന്ന 3ാം ലോക മഹായുദ്ധവും യഹൂദനോടുള്ള ബന്ധത്തിലാണ്. ഞാൻ വിവരിക്കാം. 1ാം ലോക മഹായുദ്ധം 1914 മുതൽ 17 വരെയുള്ള കാലഘട്ടത്തിലാണ് നടന്നത്. ഹലോ, 17 ബ്രിട്ടനും ജർമ്മനിയും ആണ് 2 ഘടകകക്ഷികളായി നിന്ന് പൊരുതുകയാണ്. ആ പോരാട്ടത്തിനൊടുവിൽ ബ്രിട്ടൻ തോൽക്കുന്നു, ജർമ്മനി ജയിക്കുന്നു. മനസ്സിലാവുന്നോ? പക്ഷേ ബ്രിട്ടന്റെ അന്നത്തെ ചക്രവർത്തിയായിരുന്ന ജോർജ് 5 ഒരു പ്രഖ്യാപനം നടത്തി, ഞങ്ങളുടെ നാട് നശിക്കാൻ പോകുകയാണ്. ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല സഹായം ചെയ്യുന്ന വ്യക്തിക്ക് ചോദിക്കുന്ന പാരിതോഷികം കൊടുക്കും. സ്തോത്രം. ചോദിക്കുന്ന പാരിതോഷികം കൊടുക്കും.
ആ പ്രഖ്യാപനം വന്നപ്പോൾ യഹൂദന്മാർ അലേർട്ടായി. അവർ ചിന്തിക്കാൻ തുടങ്ങി, ഈ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്ത് കൊടുക്കാൻ കഴിയും. ആ സമയത്ത് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ എന്ന സ്ഥലത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് മാഞ്ചസ്റ്റർ സർവകലാശാല. അപ്പൊ ഈ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രിയുടെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ചെയിൻ വൈസ്മാൻ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു സിയോൺ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി. അദ്ദേഹം ഒരു ദിവസം ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈബിള് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ബൈബിളിലെ ഒരു വാക്യം ആ മനുഷ്യനെ പിടിച്ചുലച്ചു. വായിക്കാം. യോബിന്റെ പുസ്തകം 38:22-23 വാക്യം. നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. കണ്ണുനീർ വാതകം നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടിരുന്നെങ്കിലും യുദ്ധസ്ഥലത്ത് സൗകര്യമായി കൊണ്ടുപോകാനുള്ള സംവിധാനമില്ലായിരുന്നു. താന് ഈ ബൈബിളിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടിട്ട് താനൊന്ന് പരീക്ഷിക്കാൻ തയ്യാറായി. മഞ്ഞ് പാക്കറ്റിനകത്ത് കണ്ണുനീർ വാതകം വെച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന വിദ്യ കണ്ടുപിടിച്ചത് ബൈബിളിൽ നിന്നാണ്. സ്തോത്രം. മറ്റൊന്ന്, നൈട്രജൻ ഉപയോഗിച്ച് കൃത്രിമമായി കരിമരുന്ന് നിർമ്മിക്കാമെന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയും അദ്ദേഹം കണ്ടുപിടിച്ചു. ആ രണ്ട് വിദ്യകൾ ബ്രിട്ടന് അദ്ദേഹം കൈമാറി. തോറ്റു നിന്ന് ബ്രിട്ടൻ അത്ഭുതകരമായി ജയിച്ചു. അത്ഭുതകരമായി ജയിച്ചു. അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, അങ്ങേക്ക് എന്ത് പാരിതോഷികമാണ് വേണ്ടത്? പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സ്വന്തം ജനത ഞങ്ങളുടെ നാട് നഷ്ടപ്പെട്ട് വീട് നഷ്ടപ്പെട്ട് ലോകത്തിൽ ചിതറി താമസിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു വരാൻ ഒരനുവാദം കിട്ടണം. ബ്രിട്ടൻ ഒരു പ്രമേയം പാസാക്കി. യഹൂദൻ അവന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുന്നതിനെ ബ്രിട്ടൻ അനുഭാവപൂർവം വീക്ഷിക്കുന്നു. ആ പ്രമേയം പാസായി. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ചിതറി താമസിച്ചിരുന്ന യഹൂദൻ പലസ്തീനിലേക്ക് വന്നിറങ്ങി. പക്ഷെ പലസ്തീനും പരിസരവും മുഴുവൻ അറബികളുടെ കയ്യിൽ, മുസ്ലിങ്ങളുടെ കയ്യിലാണെന്ന് ഒരു നവജാത ശിശു എന്ന പോലെ അവരെ നശിപ്പിക്കാൻ ഈ അറബി ജനത ശ്രമിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ബ്രിട്ടന്റെ 100 കണക്കിന് പോർവിമാനങ്ങൾ പലസ്തീന് മീതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു നടന്നു. ഒരു ഭീകരമായ അന്തരീക്ഷം അവർ സൃഷ്ടിച്ചെടുത്തു. അതിനിടയിൽ 10,000 യഹൂദന്മാർ പലസ്തീനിലേക്ക് വന്നിറങ്ങി. അത് സംഭവിച്ചത് 1917 നവംബർ മാസം 2-ാം തീയതിയാണ്. അക്ഷരീകമായ അംഗീകരണം. ഇനി വന്നിറങ്ങി കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായി. ഐക്യരാഷ്ട്ര സംഘടന അത് ഏറ്റെടുത്തു. എന്നിട്ട് ഇതെങ്ങനെങ്കിലും ഒന്ന് പരിഹരിക്കാൻ വേണ്ടി അവർ പല ക്രമീകരണങ്ങൾ ചെയ്തു. അമേരിക്കൻ ഗവൺമെന്റ് പല പ്രാവശ്യം ഇടപെട്ടു. പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ അവർ തീരുമാനമെടുത്തു, ഇനി ഇത് ഞങ്ങൾ കുറച്ച് സ്ഥലം നിങ്ങൾക്ക് വീതിച്ചു തരാം, പിന്നീട് നിങ്ങൾ തന്നെ ശാന്തമായി പരിഹരിച്ചോളൂ. 1948 മെയ് മാസം 13-ാം തീയതി അവർ അവിടുന്ന് പിന്മാറി. അന്ന് രാത്രി അവരുടെ പ്രസിഡന്റ് ആയിരുന്ന ഡേവിഡ് ബെൻഗൂറിയൻ റേഡിയോയിലൂടെ പ്രഖ്യാപിച്ചു, ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം നടന്ന തീയതി എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. അക്ഷരികമായ സ്വീകരണം കഴിഞ്ഞു. ഇനി നടക്കേണ്ടത് ആത്മീകമായ സ്വീകരണമാണ്. ഈ ആത്മീകമായ സ്വീകരണം നടക്കുന്നതാവട്ടെ മഹോപദ്രവം എന്ന് പറയുന്ന 7 വർഷത്തിന്റെ ഒടുവിലാണ്. ദാനിയേൽ 9:27 നമ്മൾ മടങ്ങി വരിക. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. അടുത്തത്, ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകും ഭോജനയാകും നിർത്തിക്കളയും. ഹനനയാകും ഭോജനയാകും. യഹൂദൻ ഇന്ന് ആലയമില്ല. ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം യഹൂദനുണ്ട്. ആ പ്രസ്ഥാനത്തിനാണ് ആലയം പണിയും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ശുശ്രൂഷകളുടെയും ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. 3000 ശുശ്രൂഷകന്മാരെ അവർ ട്രെയിനിങ് കൊടുത്ത് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ആലയത്തിന് വേണ്ടുന്ന സകല സാധന സാമഗ്രികളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പണിത് അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. അവർക്ക് എന്ത് ന്യായം പറയാനുണ്ടെങ്കിലും വിശുദ്ധ ബൈബിളിന് വേറൊരു ന്യായം പറയാനുണ്ട്. ഒരു സമയത്ത് 2 ആലയം നിലനിന്നുകൂടാ. നിങ്ങൾ നോക്ക്, സമാഗമന കൂടാരം ഇവിടെ ഉണ്ടായിരുന്നു. അത് മരുഭൂമിയിലെ ആരാധനയ്ക്കായിരുന്നു. പക്ഷേ
കാനാനിലെത്തിയപ്പോൾ സമാഗമന കൂടാരമില്ല. പിന്നെ വ്യവസ്ഥാപിതമായി ശലോമോന്റെ ആലയം പണിതു. 2 ശലോമോന്റെ ആലയം. പക്ഷെ ഈ ശലോമോന്റെ ആലയം നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്ത് തകർക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ജനം ബാബിലോണിലേക്ക് പോയി. 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞിട്ട് മടങ്ങി വന്നിട്ട് 3-ാം ആലയം പണിതു. സെരുബാബേലിന്റെ ആലയം. സെരുബാബേലിന്റെ ആലയം. പക്ഷേ ആ ആലയം റോമൻ സൈന്യാധിപനായിരുന്ന പോംബി എന്ന് പറയുന്ന മനുഷ്യൻ നശിപ്പിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കുറെ കാലം അവർക്ക് ആലയമില്ലായിരുന്നു. അതിനുശേഷം BC 20 മുതൽ AD 26 വരെയുള്ള 46 വർഷം കൊണ്ട് അവർ ഒരു 4-ാം പള്ളി പണിതു. അതിന്റെ പേരാണ് ഹെരോദ രാജാവിന്റെ ആലയം. ഈ 4-ാമത്തെ ആലയം നിലനിൽക്കുമ്പോഴാണ് യേശു ഭൂമിയിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പള്ളിയെ കാണിച്ചുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, നോക്കൂ എത്ര നല്ല കല്ല്, എത്ര നല്ല പണി. 46 വർഷം കൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ പണിത ദേവാലയം. പക്ഷെ യേശു പറഞ്ഞു, കാലാന്തരത്തിൽ ഈ പള്ളി പൊളിഞ്ഞു പോകുന്ന കാര്യമല്ല, കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരുന്നു. എന്താണ് സംഭവിച്ചത്? AD 70 തീത്തോസിന്റെ നേതൃത്വത്തിൽ യെരുശലേം ആക്രമിക്കപ്പെടുകയാണ്. വെസ്പേഷ്യനായിരുന്നു റോമൻ പടയുടെ സൈന്യാധിപൻ. ആ സമയത്താണ് നീറോ ചക്രവർത്തി റോമിൽ ആത്മഹത്യ ചെയ്തു. വെസ്പേഷ്യൻ എന്ന സൈന്യാധിപൻ ഭരണമേറ്റെടുക്കാൻ വേണ്ടി റോമിലേക്ക് പോയി. മകനായ തീത്തോസിനെ യുദ്ധഭാരം ഏൽപ്പിച്ചിട്ടാണ് പോയത്. സൈനികർ യെരുശലേമിലെ ദേവാലയം 46 വർഷം കൊണ്ട് പണിത ദേവാലയം തകർത്തു കളഞ്ഞു. ഇനി കർത്താവ് പറഞ്ഞ വചനത്തിന്റെ നിവർത്തി, കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരുന്നു. അന്ന് ആലയം ഏകദേശം തകർത്തു. കുറച്ച് ഭാഗം അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. യഹൂദന്മാർ ചിതറിപ്പോയെങ്കിലും ബാക്കിയുള്ളവർ മടങ്ങി വന്ന് അവിടെ ചെറിയ ആരാധനയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. AD 132 തൊട്ട് 135 വരെയുള്ള കാലഘട്ടത്തിൽ 2-ാം ആക്രമണം നടക്കുകയാണ്. അത് ഹദ്രിയാൻ ചക്രവർത്തിയുടെ കാലത്താണ്. ആ ആക്രമണം നടക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ആരോ പറഞ്ഞു, യജമാനനെ, ഇവരുടെ ആലയം പണിതപ്പോൾ, അടിത്തറയിട്ടപ്പോൾ ഈ ആലയം വിശുദ്ധമായിരിക്കാൻ കുറച്ച് സ്വർണമിട്ടിട്ടാണ് അതിന് മുകളിൽ കല്ല് പണിതിരിക്കുന്നതെന്ന്. 2 വിശദീകരണമാണ് അതേക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത്. തീത്തോസിന്റെ കാലത്ത് തീപ്പന്തം കത്തിച്ച് അകത്തേക്ക് എറിഞ്ഞപ്പോൾ ഉരുകി വീണ സ്വർണമെടുക്കാനാണ് അടിത്തറ തോണ്ടിയതെന്ന്. മറ്റൊരു വിശദീകരണം, മറ്റൊരു പറച്ചിലുള്ളത്, ഈ ആലയത്തിന്റെ അടിത്തറയിൽ സ്വർണമിട്ടിട്ട് അതിന് മുകളിലാണ് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നതെന്ന്. സ്വർണ്ണക്കൊതിയനായ ഹദ്രിയാൻ കൽപ്പന കൊടുത്തു, അങ്ങനെയെങ്കിൽ ആലയത്തിന്റെ അടിത്തറ മുഴുവൻ ഉഴുതുമറിക്കട്ടെ എന്ന്. ഹലോ, യെരുശലേം ദേവാലയത്തിന്റെ അടിത്തറ മുഴുവൻ ഉഴുതുമറിച്ചു. സ്വർണമെടുക്കാൻ. സ്വർണം കിട്ടിയോ എന്നെനിക്കറിയത്തില്ല. എന്റെ കർത്താവിന്റെ വചനം അന്നവിടെ നിവർത്തിയായി. കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരുന്നു. 5-ാം ആലയം ഇന്നിവിടെ ഉണ്ട്. ഏതാണ് ആലയം? 1 തിമോഥെയോസ് 3:15. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാമാലയം. ഹല്ലേലൂയ. ഇന്നത്തെ ആലയം ഏതാണ്? ജീവനുള്ള ദൈവത്തിന്റെ സഭയായ ആലയം. ഞാനും നിങ്ങളുമാണ് ദൈവത്തിന്റെ ആലയം. സ്തോത്രം. 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പൊ ഇന്നത്തെ ദൈവത്തിന്റെ ആലയം നമ്മളാ. ഈ ആലയം, 5-ാമത്തെ ആലയമായ നമ്മൾ ഇന്ന് ലോകത്തിലുള്ളത് കൊണ്ടാണ് ഇസ്രായേലിന് ആലയം പണിയാൻ പറ്റാത്തത്. ഇന്ന് യഹൂദന് ആലയമില്ലെങ്കിലും ഏറെ താമസിയാതെ യഹൂദന്റെ ആലയം ഇവിടെ പണിയപ്പെടും. ആ ആലയത്തിൽ ഹനനയാകും ഭോജനയാകും നടക്കും. സമാധാനത്തിന്റെ സന്ദേശവുമായി ഒരാൾ മുന്നോട്ട് വരും. അവരെ അറബികളും അംഗീകരിക്കും, യഹൂദനും അംഗീകരിക്കും, എല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിക്കും. 7 വർഷമാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. 3.5 വർഷം കഴിയുമ്പോൾ ഈ മനുഷ്യന്റെ തലമേൽ ഒരു പൈശാചിക അഭിഷേകം കിട്ടും. ക്രിസ്തുവിന് ഒടുവിലത്തെ 3.5 വർഷത്തെ പ്രവർത്തനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം കിട്ടിയതുപോലെ അന്തിക്രിസ്തുവിന് അവസാനത്തെ 3.5 വർഷത്തെ പ്രവർത്തനത്തിന് വേണ്ടി പിശാചിനാൽ അഭിഷേകം കിട്ടി. സ്വഭാവത്തിൽ തല മന്നിച്ച് ഒരു മൃഗം പോലെ അവനായി മാറും. വാക്യം നോക്കിയാട്ടെ. ആഴ്ചവട്ടത്തിന്റെ മധ്യേ, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 വർഷം, 3.5 വർഷമാണ് മധ്യേ. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകും ഭോജനയാകും നിർത്തലാക്കി കളയും. യഹൂദന്റെ ആലയത്തിൽ നടക്കുന്ന ആ ആരാധന വേണ്ട. അതോ ഇനി വേണമെങ്കിൽ തന്നെ എന്റെ പ്രതിമ കൂടെ അവിടെ വെക്കണം.
ഹലോ, എന്റെ പ്രതിമ കൂടെ അവിടെ വെക്കണം. പ്രതിമ വേണ്ട, അയാളുടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അതവിടെ വെക്കണം. എല്ലാം കമ്പ്യൂട്ടറിലാണ് ഇന്നും പരിഹരിക്കപ്പെടുന്നത്. ആ കമ്പ്യൂട്ടർ അവിടെ വെക്കണമെന്ന് പറയും. ലോകത്തിൽ വിഗ്രഹാരാധനയില്ലാത്ത ഏക വിഭാഗം ഇന്നും യഹൂദനാണ്. അവിടെ വിഗ്രഹാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല പോകേണ്ടി വന്നാലും അവൻ സമ്മതിക്കത്തില്ല. പക്ഷെ അവിടെ വെക്കും, അതവിടെ വെക്കും. കർത്താവ് പറഞ്ഞത് വായിക്കണ്ടേ? എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത്. ദാനിയേൽ പ്രവചിച്ച പ്രവചനം ചരിത്രത്തിൽ നിവർത്തിയാവുന്ന ഒരു കാലം വരുമെന്ന് യേശു പറഞ്ഞു. സ്തോത്രം. ദാനിയേൽ പ്രവചനത്തിന്റെ ഒതന്റിസിറ്റി അതത്ര വ്യക്തമാണെന്ന് യേശു ക്രിസ്തു സമർത്ഥിച്ചു. 2:4 അവൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അന്തിക്രിസ്തു. മനസ്സിലായോ? യഹൂദന്റെ ആലയത്തിൽ അന്തിക്രിസ്തുവിന്റെ പ്രതിമ വയ്ക്കും. കണ്ടോ, പൗലോസൊക്കെ ഇത് പറയുന്നത് എത്ര ഭയങ്കരമാണ്. യേശു ക്രിസ്തു ഇത് പറഞ്ഞത് എത്ര ഭയങ്കരമാണ്. സ്തോത്രം. അങ്ങനെ അതവിടെ വെക്കും. പ്രൈസ് ദി ലോർഡ്. യഹൂദൻ അതിനെതിരെ പൊരുതും, യഹൂദൻ അതിനെതിരെ പടപൊരുതും. ആ യഹൂദ ജനത്തെ ഒടുവിൽ ലോകരാജ്യങ്ങൾ ചേർന്ന് നശിപ്പിക്കാൻ ശ്രമിക്കും. അന്ന് അതിന് നേതൃത്വം നൽകുന്നത് റഷ്യയായിരിക്കും. അപ്പോൾ യഹൂദന്റെ അക്ഷരീകമായ അംഗീകരണം കഴിഞ്ഞിരിക്കുന്നു. ഇനി നടക്കേണ്ടത് ആത്മീകമായ അംഗീകരണമാണ്. ആത്മീകമായ അംഗീകരണം നടക്കുന്നത് അവരോടുള്ള ദൈവത്തിന്റെ അവസാനത്തെ ഇടപെടലായ 70-ാം ആഴ്ചവട്ടത്തിന്റെ ഒടുവിലാണ്, മഹോപദ്രവകാലത്തിന്റെ ഒടുവിലാണ്. ഇന്ന് ആരുടെ മുമ്പാകെ മുട്ടുമടക്കാത്ത ഒരു വിഭാഗമായ യഹൂദൻ നിലനിൽക്കുകയാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൽ യഹൂദൻ ജയിച്ചു നിൽക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഞാൻ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്നു, യഹൂദൻ തോറ്റു തുന്നം പാടും. അവരുടെ സകലവിധ ശക്തികൾ തകർന്നടിഞ്ഞ് തരിപ്പണമാകും. അവരെ ചുമക്കുന്നവർക്കൊക്കെയും മുറിവുണ്ടാകും എന്നൊരു വാക്യം അവിടെ ഉണ്ട്. അതിന്റെ അർത്ഥം അമേരിക്കയാണ് ഇന്നൊരു ലോക പോലീസായിട്ട് വിലസുന്നത്. ബൈബിളിന്റെ പ്രവചന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, അമേരിക്ക പരാജയപ്പെടും, ഇസ്രായേൽ പരാജയപ്പെടും. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതോണം നാം അവരെ മുടിച്ചു കളക. പ്രൈസല്ലോ. അങ്ങനെ എല്ലാ നിലയിലും സഖ്യസേനയുടെ നേതൃത്വത്തിൽ, റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് ചുറ്റും വാടകൂരും. പ്രൈസല്ലോ. ആ സമയത്ത് എല്ലാ നിലയിലും തകർന്ന ആ ജനത അവർ ദൈവത്തോട് നിലവിളിക്കും, ദൈവമേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മശിഹയെ നൽകിത്തരാമെന്ന് നീ വാക്ക് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ മശിഹ ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ആ മശിഹയെ നൽകിത്തരയണം എന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആ സമയത്ത് യേശു ക്രിസ്തു തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷമാകും. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് തന്റെ മഹത്വത്തിൽ വെളിപ്പെട്ടു വരും. വരുന്ന കർത്താവിലേക്ക് നോക്കുമ്പോൾ കർത്താവിന്റെ കയ്യിൽ ഒരു മുറിപ്പാട് കാണുകയാണ്. പ്രൈസല്ലോ. സക്കറിയാ പ്രവചനം 13:6 നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന് ചോദിക്കുമ്പോൾ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ ആടികൊണ്ടതാകുന്നു എന്നുത്തരം പറയും. ആ ആണിപ്പഴുത് ഇന്നും അവശേഷിക്കുകയാണ്. പണ്ട് ഈ ആണിപ്പഴുതാണ് അവിശ്വാസിയായി പോയ തോമസിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചത്. ഇതേ ആണിപ്പഴുതായിരിക്കും ഇനി യഹൂദനെയും രക്ഷിക്കുന്നത്. സ്തോത്രം. അവർ കുത്തിയിട്ടുള്ളവരിലേക്ക് നോക്കും. ആരെയാണ് അവർ കുത്തിയത്? വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. സ്തോത്രം. യേശുവിന്റെ വിലാപ്പുറത്തേക്ക് കുത്തിയ ആ ജനത കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കുകയാണ്. അവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നു, അനുതാപം ഉണ്ടാകുന്നു. പ്രൈസല്ലോ. യെശയ്യാപ്രവചനം 66:8 വാക്യം, ഒരു ജാതി ഒന്നായി ജനിക്കുമോ, ഒരു ദേശം ഒന്നായി പിറക്കുമോ? ഇത് എവിടെ സംഭവിച്ചിട്ടുള്ളൂ? നോവ് കിട്ടും മുമ്പേ സിയോനോ ഒരു കുഞ്ഞിന് ജന്മം നൽകി. പ്രൈസല്ലോ. ഇനി റോമാലേഖനത്തിലെ പൗലോസിന്റെ വാക്യം. പ്രൈസല്ലോ. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാർ എന്ന് തോന്നാതിരിക്കേണ്ടതിന് ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത്. വിടുവിക്കുന്നവൻ സിയോൻ വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും,
ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അതാണ് യഹൂദന്റെ ആത്മീകമായ അംഗീകരണം. റോമാലേഖനം 11:15 3 കാര്യങ്ങൾ. 1, their rejection. 2, their acceptance. 3, the resurrection of the dead one. മരിച്ചവരുടെ പുനരുത്ഥാനം. മൂന്നാമത് സംഭവിക്കേണ്ടത് മരിച്ചു പോയവർ ഉയർത്തെഴുന്നേറ്റ് വരും. അതെപ്പോഴാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഹലോ, ഈ മഹോപദ്രവം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് യേശു ക്രിസ്തു തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ ഇവിടേക്ക് ഇറങ്ങി വരും. അവൻ മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും. കർത്താവിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ ജീവനോടെ എഴുന്നേറ്റ് വരും. ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. നാം ഇരുവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. സ്തോത്രം. പുനരുത്ഥാനത്തിന് നിര പൗലോസ് പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്: ആദ്യ ഫലം ക്രിസ്തു, പിന്നെ അവനുള്ളവർ അവന്റെ വരവിൽ, പിന്നെ അവസാനം. ആ അവന്റെ വരവിൽ എന്ത് സംഭവിക്കും? മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും.